യെസ്, ദിശ അക്കാഡമിയിലേക്കും പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങളുടെ ടിയർ 2 പ്രിപ്പറേഷൻ ഏറ്റവും നന്നായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് കരുതുന്നു. സോ ഈ രണ്ടാം ഘട്ട പരീക്ഷയിൽ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, ഏറ്റവും നിർണായകമായ വിഷയം അത് ഇംഗ്ലീഷാണ്. 3 മാർക്കുള്ള 45ഓളം ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ നിന്ന് മാത്രം ചോദിക്കപ്പെടുന്നത്. അതായത് ഒരു 100-ലധികം മാർക്ക് വളരെ സുന്ദരമായി ഇംഗ്ലീഷിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഗിവ്സ് യു എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ടു സ്കോർ. സോ അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക. സോ ഇന്നത്തെ ക്ലാസ്സിലും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടിയർ 2 പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. സോ യു ആർ റെഡി, വി കൻ പ്രൊസീഡ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം നമ്പർ 1. A sudden and violent change or upheaval is known as turbulence ആണോ, tranquility ആണോ, serenity ആണോ, ഇനി അതുമല്ലെങ്കിൽ equanimity ആണോ? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം ഈ ഒരു വാക്യത്തെ ഏത് ചെറു വാക്കിൽ ഒതുക്കാം? ഏതാണ് ഒരു സഡൻ, പെട്ടെന്നുള്ള, അല്ല ഭയങ്കര അക്രമാസക്തമായിട്ടുള്ള ഒരു ചേഞ്ച്, അല്ലെങ്കിൽ അപ്പീവൽ. അപ്പീവൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് കേട്ടോ. ഡിസോർഡർ, അല്ലെങ്കിൽ നമുക്കതിനെ ഡിസ്റപ്ഷൻ എന്ന് പറയാം. ഡിസ്റപ്ഷൻ, വലിയ കലാപങ്ങൾ, കെയോസ്, ഇതിനൊക്കെയാണെന്ന് പറയാം അഭീവൽ എന്ന് പറയാം. കലുഷിതമായിട്ടുള്ള അവസ്ഥ, പ്രക്ഷുബ്ധമായിട്ടുള്ള, അല്ല എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ആകെ മറിഞ്ഞ് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അവസ്ഥയെ നമ്മൾ വിളിക്കും ടർബ്യുലൻസ്. ടർബ്യുലൻസ് എന്നാണ് പറയുക കേട്ടോ. എ സിറ്റുവേഷൻ full of disturbances കേട്ടോ. അപ്പൊ അതിന്റെ സിനോണിംസ് ആണ് ഇത് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. പ്രക്ഷുബ്ധമായ കടൽ എന്നൊക്കെ കേട്ടില്ലേ, ടർബുലന്റ് സീ, അലകടൽ. ഓക്കെ, അപ്പൊ ആകെ കുഴഞ്ഞു കുറഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് കേട്ടോ. ഫുൾ വയലന്റ് ആണ്, ഡിസോർഡർ ആണ്, റിവോൾട്ട് ആണ്. ഓക്കെ, ഇപ്പം നോക്കിയാൽ ട്രാങ്ക്വിലിറ്റി, സെറീനിറ്റി, ഇക്വാനിമിറ്റി ഒരേ കൂട്ടില് അടയ്ക്കാൻ പറ്റുന്ന വാക്കുകളാണ്. ദ മീൻ ദ സെയിം തിങ്. ശാന്തത, ശാന്തത എന്നാണ് കേട്ടോ. അപ്പൊ ഇത് മൂന്നും ഒരേ അർത്ഥമുള്ള വാക്കുകളാണ്. ഇനിയും വാക്കുകളുണ്ട് ശാന്തതയ്ക്ക്. കാംനെസ് എന്ന് നമ്മൾ പറയും, കാംനെസ്. ഇനി സ്റ്റിൽനെസ്, അനങ്ങാതല്ലേ, സ്റ്റിൽനെസ്. വേറെ വാക്കുകളുണ്ട്, പ്ലാസിഡിറ്റി എന്നും പറയും, പ്ലാസിഡിറ്റി. ഓക്കെ, കാംനെസ്, സ്റ്റിൽനെസ്, പ്ലാസിഡിറ്റി. പിന്നെ ഒരു വാക്കും കൂടെ ഉണ്ട്, കമ്പോഷർ. കമ്പോഷർ, കാംനെസ്, സ്റ്റിൽനെസ്, പ്ലാസിഡിറ്റി, കമ്പോഷർ, സെറീനിറ്റി, ട്രാങ്ക്വിലിറ്റി, ഇക്വാനിമിറ്റി. ഇതൊക്കെ എന്താണ്? ശാന്തത എന്നാണ് അർത്ഥം, ശാന്തമായിരിക്കുന്ന അവസ്ഥ. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം ചെയ്ത സ്ഥിതിക്ക് രണ്ടാമത്തെ ടൈപ്പിലേക്ക് പോവാം. എന്താണ്? പാരഗ്രാഫ് അറേഞ്ച്മെന്റ് ആണ്. ഇപ്പൊ അവിടെ തന്നിന് കുറച്ച് ABCD സെന്റൻസ് ഫ്രാഗ്മെന്റ്സ് തന്നിട്ടുണ്ട്, പക്ഷെ ജംബിൾഡ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. നമ്മളത് കൃത്യമായിട്ട് ഓർഡറിലേക്ക് എത്തുക. ഓക്കെ, യെസ്. അപ്പം ഗാർമെന്റ് ഇൻഡസ്ട്രി. ഓക്കെ, അപ്പം ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി എൻറ്റയർ പാരഗ്രാഫ് ഗാർമെന്റ് ഇൻഡസ്ട്രി, അതിന്റെ ഇമ്പോർട്ടിങ്, എക്സ്പോർട്ടിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ് ആണെന്ന് മനസ്സിലായി അല്ലേ? അപ്പൊ നമ്മളിവിടെ ആദ്യം എന്താ കണ്ടെത്തുന്നത്? ഇൻട്രൊഡക്ടറി ക്ലോസ്, ദ സെന്റൻസ് ദാറ്റ് ഇൻട്രൊഡ്യൂസസ് ദ മെയിൻ തീം അല്ലെ? അപ്പം ഏതാണ് തുടക്കത്തിൽ വെക്കാൻ പറ്റിയത്? As cost of raw materials cannot be reduced, exporters try to cut labor cost. അപ്പം റോ മെറ്റീരിയൽസിന്റെ പൈസ കുറയ്ക്കാൻ പറ്റാത്തതല്ല, ചെലവ് കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എക്സ്പോർട്ടേഴ്സ് എന്ത് ചെയ്തു? ലേബർ കോസ്റ്റ് കട്ട് ചെയ്തു. ഇത് തുടക്കത്തിൽ വെച്ചാൽ ശരിയാവൂന്ന് ചോദിച്ചാൽ ഇപ്പൊ എക്സ്പോർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏത് എക്സ്പോർട്ടേഴ്സ് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, നമുക്ക് പരിഗണിക്കാം, പക്ഷെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ദീസ് ലാർജ് MNCs. ദീസ് എന്ന് പറഞ്ഞാൽ ഇവ എന്ന് പറയണമെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതായിരിക്കണം ഇവ എന്നതുകൊണ്ട് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. തുടക്കത്തിലെ ദീസ് എന്ന് പറയില്ല. ഏത് ദീസ് എന്നൊരു ചോദ്യം വരില്ലേ? ഇവിടെയും ദീസ് വന്നു, ദീസ് ലാർജ് ഓർഡേഴ്സ്. ഈ ലാർജ് ഓർഡറുകൾ എന്ന് പറഞ്ഞ ഓർഡറിനെ കുറിച്ച് നേരത്തെ മെൻഷൻ ചെയ്യണമായിരുന്നു. ഈ വേറെന്ന് പറഞ്ഞ ഒരു റിലേറ്റീവ് പ്രൊനൗൺ പോലെ ഒരു കൺജങ്ഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. വേറിൽ അങ്ങനെ തുടങ്ങില്ല, അൺലെസ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. അതൊരു ക്വസ്റ്റ്യൻ ഒന്നും അല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും കൃത്യമായിട്ട് ഒരു പേരൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് ലാർജ് MNCs. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി വെക്കാം, ലാർജ് MNCs. MNCs മീൻസ് മൾട്ടിനാഷണൽ കമ്പനീസ് കേട്ടോ. ലാർജ് മൾട്ടിനാഷണൽ കമ്പനീസ് ഇൻ ദ ഗാർമെന്റ് ഇൻഡസ്ട്രി ഇൻ യൂറോപ്പ് ആൻഡ് അമേരിക്ക ഓർഡർ their products from Indian exporters.
ഇപ്പം യൂറോപ്പിലെയും അമേരിക്കയിലെയും ഗാർമെന്റ് ഇൻഡസ്ട്രിയിലെ മൾട്ടിനാഷണൽ കമ്പനികൾ അവരുടെ പ്രോഡക്ട്സ് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന്റെ കയ്യിൽ നിന്നാണ് അവർ വാങ്ങിക്കുന്നത്. ഇപ്പം MNC എവിടുത്തെയാന്ന് മനസ്സിലായി, എക്സ്പോർട്ടേഴ്സ് ആരാന്ന് മനസ്സിലായി അല്ലെ, ഓർഡർ എന്താന്ന് മനസ്സിലായി. അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് കേട്ടോ, ഫസ്റ്റ് ഇൻട്രൊഡക്ടറി സെന്റൻസ് എന്നത്. ഇതാണ് തീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി എന്തിനാണ് ഇങ്ങനെ ഓർഡർ ചെയ്യുന്നത്? വൈ എന്നൊരു ചോദ്യമില്ലേ? എന്തിനാണ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർ ഓർഡർ സ്വീകരിക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് സി. നിങ്ങൾ വായിച്ചു നോക്കിയേ. ദീസ് ലാർജ് MNCs, ഏത് യൂറോപ്പിലെയും അമേരിക്കയിലെ MNCs വിത്ത് വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ലുക്ക് ഫോർ ദ ചീപ്പസ്റ്റ് ഗുഡ്സ്. വെറുതെ അല്ല ഇന്ത്യയിൽ നിന്ന് ഓർഡർ ചെയ്ത്. അവരെന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഗുഡ്സ് അല്ലെ, വില കുറഞ്ഞ ചരക്കുകൾ അവിടെ കിട്ടും. എന്തിനാ? അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കിട്ടുന്നത് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഓർഡർ എടുക്കുന്നത്. കണ്ടോ, വി ഗോട്ട് ദ ആൻസർ. അപ്പൊ ഇത് ബി ലോജിക്കലി കണക്ട് ആകുന്നത് എങ്ങോട്ടേക്കാ? സിയിലേക്കാണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? യെസ്, ദർ ഈസ് ദ ഫോർത്ത് വൺ. BCDAE എന്നാണ് പറയുന്നത്. അപ്പം ബാക്കി നോക്കുക, ബാക്കി എവിടെയും അങ്ങനെ ഒരു ഇതില്ല. നമ്മൾ ഇവിടെ തന്നെ കണ്ടെത്തി അല്ലേ, നമ്മൾ കണ്ടെത്തിയതിനോട് ചേർന്ന് പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. BCD ആണ്, നേരെ ഡിയിലേക്ക്. ടു ഗെറ്റ് ദീസ് ലാർജ് ഓർഡേഴ്സ്. അപ്പം ഏത് ഓർഡേഴ്സ് ആണ് നമുക്ക് മനസ്സിലായി? ഇന്ത്യയിൽ നിന്ന് എടുക്കുന്ന ഓർഡേഴ്സ്. അപ്പം ഇത് കറക്റ്റ് ആണ്, ഇവിടെ ക്ലിയർ ആയി. ഇന്ത്യൻ ഗാർമെന്റ് എക്സ്പോർട്ടേഴ്സ് ട്രൈ ഹാർഡ് ടു കട്ട് ദെയർ ഓൺ കോസ്റ്റ്. അവരുടെ തന്നെ കോസ്റ്റുകൾ കട്ട് ചെയ്യാൻ ആര് തീരുമാനിക്കും? ഇന്ത്യൻ ഗാർമെന്റ് എക്സ്പോർട്ടേഴ്സ്. ഓക്കെ, ആസ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കനോട്ട് ബി റെഡ്യൂസ്ഡ്, എക്സ്പോർട്ടേഴ്സ് ട്രൈ ടു കട്ട് ലേബർ കോസ്റ്റ്. ഇനി എങ്ങനെ അവര് സ്വന്തം കോസ്റ്റ് കട്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും റോ മെറ്റീരിയൽസിന്റെ ചെലവ് നമുക്ക് കുറയ്ക്കാനൊന്നും പറ്റില്ല അല്ലേ. അപ്പൊ അവര് കുറയ്ക്കുന്ന എവിടെയാ? ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ടാണ് അവരവരുടെ തന്നെ കോസ്റ്റ് കുറയ്ക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഏതാ ഉള്ളത് അവസാനത്തത്? ഇ. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് BCDAE. കണ്ടോ, ഇത്ര പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ചല്ലേ. തുടക്കം കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ ലോജിക്കലി ഫോളോ ചെയ്ത് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദ ഗിവൺ സെന്റൻസ് ഇൻ ഡയറക്റ്റ് സ്പീച്ച്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഏതാണ്? ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അത് ഇൻഡയറക്റ്റ് ആണ്, ഇത് റിപ്പോർട്ടഡ് ആണ്. ഇതിന്റെ റിപ്പോർട്ട് ചെയ്യാതെ കിടക്കുന്ന റോ സെന്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ ഇതിനെ വിളിക്കും ഡയറക്റ്റ് സ്പീച്ച്. അപ്പൊ ഇത് ഇൻഡയറക്റ്റ് ആണ്. ഇതിനെ ഡയറക്റ്റിലേക്ക് എടുക്കുമ്പോൾ ഏത് രൂപത്തിലായിരിക്കും? താഴെയുള്ള ഏതാണ് ഇതിന് മാച്ച് ആവുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. യെസ്, ടീച്ചർ. ഇതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഇൻഫോംഡ് ആണ്, റിപ്പോർട്ടിംഗ് വെർബ്. ഓക്കെ, ഈ ഭാഗമാണെന്ത്? റിപ്പോർട്ടഡ് ക്ലോസ് എന്ന് പറയുന്നത്, നമ്മൾ പറയേണ്ട കാര്യം അല്ല, റിപ്പോർട്ട് ചെയ്ത കാര്യം, റിപ്പോർട്ടഡ് ക്ലോസ്. അപ്പൊ ഈ റിപ്പോർട്ടഡ് ക്ലോസിലെ ടെൻസ് ഏതാ? എക്സാം സബ്ജക്റ്റ് പ്ലസ് ഒരു ഹാഡ് ഉണ്ട് പ്ലസ് ബീന് പ്ലസ് V3. ഓക്കെ, ഇതേതാണ്? ഇതേതാ ടെൻസ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് തന്നെ പാസീവിൽ എഴുതിയതാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ആക്റ്റീവ് സെന്റൻസ് അല്ല, നേരായിട്ട് പറഞ്ഞൊരു സെന്റൻസ് അല്ല, പാസീവിൽ എഴുതിയ ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലെ ഒരു സെന്റൻസ് ആണ്. എക്സാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം, ഹാഡ് ബീൻ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് രണ്ട് കോളം വരയ്ക്കാം, ഒന്ന് ഡയറക്റ്റും മറ്റൊന്ന് ഇൻഡയറക്റ്റും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കണ്ടു പാസീവിലുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പൊ ഇൻഡയറക്റ്റിൽ എന്ത് വന്നു? പാസ്റ്റ് പെർഫെക്റ്റ് വന്നു. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഡയറക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് വന്നാൽ ബേസിക്കലി ഡയറക്റ്റില് പ്രസന്റ് പെർഫെക്റ്റ് ആയ ഒരു കാര്യമാണ് ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആവുക. അപ്പൊ ഓൾറെഡി പാസ്റ്റ് പെർഫെക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇൻഡയറക്റ്റിൽ അത് എന്തായിരിക്കും? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. ഓക്കെ, ആ ഒരു ഐഡിയ കിട്ടിയല്ലേ? ഇൻഡയറക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് വരണമെങ്കിൽ തൊട്ടിപ്പുറത്ത് ആരായിരിക്കണം? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം. ഈ പ്രസന്റ് പെർഫെക്റ്റിനെ തന്നെ പാസീവില് പറഞ്ഞതായിരിക്കണം അത്. പാസീവ് എങ്ങനെ വരും? ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ
ഹാവ് പ്ലസ് ബീന് പ്ലസ് V3. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനോട് ചേർന്ന് പോകുന്ന എന്തെങ്കിലും ഉണ്ടോ? ടീച്ചർ ഇൻഫോംസ്, എന്തായാലും വരില്ല. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാല് നമ്മള് ഡയറക്റ്റില് റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റിലാണെങ്കിൽ ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോൾ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഇവിടെ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെയും വരിക. അപ്പൊ അതല്ല, അങ്ങനെ ഒരിക്കലും വരില്ല. പിന്നെ ഇൻഫോംഡ് വാസ് ബീൻ ഇല്ല. പിന്നെ ഇത് ഹാഡ് ബീൻ എന്നാണ്, ഒരിക്കലും അങ്ങനെ തന്നെ വരില്ല. ഇതിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. ഇനി ഇവിടെ ഹാസ്, ഇത് ഓൾറെഡി വരില്ലല്ലോ. പിന്നെ ഏതേ ഉള്ളൂ, ഇതാ ഇത് ഒബ്ജക്റ്റ്, ഇവിടെ ഒരു ഹാസ് ഉണ്ട്, ഒരു ബീൻ ഉണ്ട്, V3 ഉണ്ട്. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ഏതാ? ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഡി ആണ് കറക്റ്റ്. യെസ്, ലക്ക് does not always favor us, so we must always depend dash our own efforts for success. അപ്പം ഈ ഭാഗ്യം നമ്മൾ എപ്പോഴും തുണച്ചെന്നൊന്നും വരില്ല. അപ്പൊ നമ്മൾ ആരെയാ ശരിക്കും ആശ്രയിക്കേണ്ടത്? നമ്മളുടെ തന്നെ എഫേർട്ടിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. എന്തിനു വേണ്ടി? ഈ സക്സസിന് വേണ്ടി. അപ്പം ഒന്നിനെ ആശ്രയിക്കുക എന്ന് പറയുമ്പം ഡിപ്പെൻഡിന്റെ കൂടെ ഏറ്റവും ബെറ്റർ ആയിട്ട് പോകുന്ന ഏതാണ്? ഡിപ്പെൻഡ് അപ്പോൺ എന്നാണ് പറയാ കേട്ടോ. നമ്മൾ ഡിപ്പെൻഡ് എന്ന വെർബിന്റെ കൂടെ ഒന്നെങ്കിൽ ഓൺ ഉപയോഗിക്കും, അല്ലെങ്കിൽ അപ്പോൺ ഉപയോഗിക്കും. ഇവിടെ ഓൺ ഇല്ലല്ലോ, അപ്പോൺ മാത്രമേ ഉള്ളൂ. ഇന്ന് പറയില്ല, ഫോർ പറയില്ല, അറ്റ് പറയില്ല. അപ്പം ഡിപ്പെൻഡിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഏതാണ്? ഒന്നെങ്കിൽ ഓണ് അല്ലെങ്കിൽ അപ്പോൺ. ഇപ്പൊ ഇവിടെ ഓപ്ഷൻ ഉള്ളത് അപ്പോൺ ആയതുകൊണ്ട് ഞാൻ എന്ത് തിരഞ്ഞെടുത്തു? അപ്പോൺ തിരഞ്ഞെടുത്തു. അപ്പം ഈ പറഞ്ഞ വാക്കുകളെ നമ്മൾ പ്രിപ്പോസിഷണൽ കൊളോക്കേഷൻസ് എന്നാണ് പറയുക കേട്ടോ. പ്രിപ്പോസിഷണൽ കൊളോക്കേഷൻസ്, അതായത് ഇത്രയേ ഉള്ളൂ, ചില വാക്കുകളുടെ കൂടെ ചില പ്രത്യേക പ്രിപ്പോസിഷൻസ് മാത്രമേ വരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഗുഡിന്റെ കൂടെ എപ്പോഴും അറ്റേ വരത്തുള്ളൂ. ഇൻസിസ്റ്റിന്റെ കൂടെ ഓൺ, റിലൈന്റെ കൂടെ ഓൺ, സഫറിന്റെ കൂടെ സഫർ ഫ്രം എന്നാ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രിപ്പോസിഷണൽ കൊളോക്കേഷൻസ് എന്ന് വിളിക്കുക. ഓക്കെ, യെസ്. അപ്പൊ അത് കൃത്യമായിട്ട് അത് പഠിക്കണം കേട്ടോ. അത് അങ്ങനെ വരത്തുള്ളൂ. അതൊരു പെയറാണ്, ഫിക്സ്ഡ് ആണ്, അത് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. ഓക്കെ, ക്ലോസ് ടെസ്റ്റ് ആണ്, ബ്ലാങ്ക് ഉണ്ട്. ഓക്കെ, ക്ലോസ് ടെസ്റ്റ് അല്ലാതെ ഒരു റീഡിങ് കോംപ്രഹെൻഷൻ ആണ്. ആക്ച്വലി ഒരു മിക്സ്ചർ ആണ്. അതിൽ ബ്ലാങ്കും ഉണ്ട്, അതുപോലെ തന്നെ ചില ചോദ്യങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്ത് ചോദിക്കുകയും ചെയ്യാം. ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഈസ് എ റെവല്യൂഷണറി മൂവ്മെന്റ് ദാറ്റ് ഒക്കേർഡ്. ഒക്കർ എന്ന വാക്കിന്റെ അർത്ഥം, ഒക്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹാപ്പൻ എന്നാണ് കേട്ടോ, സംഭവിക്കുക. എപ്പോ സംഭവിച്ചതാ? ഫ്രാൻസിൽ സംഭവിച്ചു. അപ്പം ബിറ്റ്വീൻ 1787 ആൻഡ് 1799, 1787 1799, ആൻഡ് റീച്ച്ഡ് ടു ഇറ്റ്സ് ഡാഷ് ഇൻ 1789. 1787 തുടങ്ങി 1799 അവസാനിച്ച് ഈ ഫ്രഞ്ച് റവല്യൂഷൻ 1789 എവിടെയോ എത്തി എന്നാണ് പറയുക. എവിടെ എത്തി? ഫൗണ്ടേഷനിലാണോ? ഫൗണ്ടേഷൻ മീൻസ് തറ എന്നാണ്. തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളോ? അല്ല, തുടങ്ങി കഴിഞ്ഞല്ലേ. മിഡിലാണോ എത്തിയത്? തുടങ്ങി മധ്യഭാഗത്ത് എത്തിയോ? ഇല്ല. കഴിഞ്ഞോ? ഫോൾ എന്ന് പറഞ്ഞാൽ വീഴ്ച. ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞോ? ഇല്ല. 1799 മാത്രമാണ് അത് കഴിയുന്നത്. അപ്പൊ ഏതാ? പിനക്കിൾ, ഉന്നതിയിലെത്തി എന്നല്ലേ പറയാം. ഇവിടെ ഏതാ? ഉന്നതി എന്ന അർത്ഥത്തില് പിനക്കിൾ എന്ന വാക്കാണ്. പിനക്കിൾ, സബ്മിറ്റ്, സെനീത്ത്, പീക്ക് എന്നൊക്കെ പറയും കേട്ടോ. അവൻ പ്രശസ്തിയുടെ പീക്കിലാണ് നിൽക്കുന്നത്, പ്രശസ്തിയുടെ സബ്മിറ്റ് അല്ലെ? ഓക്കെ, യെസ്, പിനക്കിൾ ആണ് അവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞത്. ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഫ്രേസ് എ ക്ലാരിയൻ കോൾ ഇൻ ദ പാസേജ്? ഇപ്പൊ പാസേജിൽ ക്ലാരിയൻ കോൾ എന്ന് പറഞ്ഞൊരു ഫ്രേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഉള്ളത്
ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ടു ഇറ്റ് വാസ് ഫോളോഡ് ബൈ എക്കണോമിക്. അപ്പൊ ഇത് ഫ്രഞ്ച് റെവല്യൂഷൻ ആണ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചാണ് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ അല്ലേ. യെസ്, ഹിയർ ദിസ് ലെഡ്. അപ്പം എന്തൊക്കെയോ കാര്യങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെയാവാം അതിന്റെ കാരണങ്ങൾ. ഇതെല്ലാം എന്തിലേക്ക് നയിച്ചു? ഒരു ക്ലാരിയൻ കോളിലേക്ക് നയിച്ചു. എന്തിനു വേണ്ടിയിട്ടുള്ള? സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിയൻ കോൾ. ഈ ക്ലാരിയൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈ മധ്യകാലഘട്ടത്തില് യുദ്ധത്തിനൊക്കെ പോകുന്നതിന് മുമ്പ്, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാഹളം പോലെ ഒരു സാധനം ഊതുമായിരുന്നു, ഒരു ട്രംപറ്റ് പോലെ ഒരു സാധനം. അപ്പൊ അതിന്റെ ശബ്ദം കേട്ടാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഫൈറ്റ് ചെയ്യണം, യുദ്ധം തുടങ്ങണം എന്നാണ്. നമ്മള് ഇപ്പം ഈ പുരാണത്തിലൊക്കെ കാണാറില്ലേ, യുദ്ധം നടക്കുന്നതിന് മുമ്പ് എന്ത് ഊതും? ഒരു ശംഖുനാഥം ഇങ്ങനെ കേൾപ്പിക്കും അല്ലെ. നിങ്ങൾ പഴയ സീരിയലൊക്കെ അല്ലെ, പുരാണ സീരിയലൊക്കെ കണ്ടവരാണെങ്കിൽ അറിയാം. അപ്പൊ അതേപോലെ മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ ഉപയോഗിച്ചതാണ് ഈ ക്ലാരിയൻ. ക്ലാരിയന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രവർത്തിക്കണം അല്ലെ, അർജി ചെയ്യുന്നതാണ്. എന്തോ ഒരു കാര്യം നീ ചെയ്യണമെന്ന് അർജി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാ? ഡിക്ലറേഷൻ ഓഫ് വാർ ആണ്. അത് അതിന്റെ ലിറ്ററൽ മീനിങ് ആണ്. നമ്മളിവിടെ അത് ഫിഗുറേറ്റീവ്ലി ആണ് ഉപയോഗിച്ചത്, കണ്ടോ. ക്ലാരിയൻ കോൾ ഫോർ സോഷ്യൽ റിഫോംസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എ കോൾ ഫോർ ഫോഴ്സസ് അല്ല, അതും മിലിറ്ററി ബേസ്ഡ് ആണ് പറയില്ല. ബിഗിനിങ് ഓഫ് എ ന്യൂ ഫേസ്, ഒരു അർത്ഥമില്ല. പിന്നെ ഏതാ? എ സ്ട്രോങ്ലി എക്സ്പ്രസ്ഡ് ഡിമാൻഡ്. ക്ലാരിയൻ കോൾ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി എക്സ്പ്രസ്ഡ് ഡിമാൻഡ് എന്നാണ് കേട്ടോ. അർജിങ് ടു ഡു സംതിങ് എന്നാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മീനിങ് കേട്ടോ. ഓക്കെ, അടുത്തത് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ബ്ലാങ്ക് നമ്പർ 2. ബ്ലാങ്ക് നമ്പർ 2 ഇവിടെയാണ് വരുന്നത്. ദിസ് റെവല്യൂഷൻ, അതായത് നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷൻ, ഹാഡ് മെനി കോസസ്, ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് ഓൾ വാസ്, ഒരുപാട് കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരുന്നു? ബൂർഷ്വാസി എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് എന്ന് ചിന്തിക്കുക കേട്ടോ. മിഡിൽ ക്ലാസ് ഹു വെർ മെർച്ചന്റ്സ്, വ്യാപാരികളും മാനുഫാക്ചേഴ്സ് ആൻഡ് പ്രൊഫഷണൽസ്, ഇപ്പൊ കരകൗശല വിദഗ്ധന്മാരും അതുപോലെ തന്നെ വ്യാപാരികളും ഒക്കെ ഉൾപ്പെട്ടിരുന്ന ഒരു മിഡിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പം സമൂഹത്തിന് മാറ്റം വരണമെന്നുള്ള അവരുടെ ആഗ്രഹം, ഹാങ്കറിങ് എന്നാണ് വരിക കേട്ടോ. ഇവിടെ എന്താ വരിക? ഹാങ്കറിങ് ഓഫ് ബൂർഷ്വാസി. മധ്യവർഗത്തിന് ഒരു ആശയം ഉണ്ടായിരുന്നു, ഈ സമൂഹം മാറണം, ഈ ഒപ്രഷൻ ഒക്കെ മാറണം, നമുക്ക് കുറച്ചും കൂടി ഒരു എക്സ്പോഷർ സമൂഹത്തിൽ കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഹാങ്കറിങ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഡിസയർ എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഡീപ്പ് ഡിസയർ, ക്രേവിങ്, ആശ, തീർക്കാനാകാത്ത ആശ. അവിടെ ജോയ് അല്ല, കില്ലിങ് അല്ല, സോറോ അല്ല. ആരെയും അവരെ ഒന്നും കൊന്നിട്ടൊന്നും ഇല്ലല്ലോ, അപ്പൊ ഒന്നും പറ്റില്ല. അപ്പം ഹാങ്കറിങ് എന്നാണ് കറക്റ്റ് ഓപ്ഷൻ കേട്ടോ. യെസ്, അടുത്തത് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ വേർഡ് ഇൻഹെറന്റ്. ഇൻഹെറന്റ് ആയിട്ട് കിട്ടിയതാന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇൻഹെറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വാഭാവികമായ എന്നാണ്. സ്വാഭാവികമായ എന്ന് പറയുമ്പോൾ സ്വാഭാവിക സൗന്ദര്യം, നാച്ചുറൽ ബ്യൂട്ടി അല്ലെ, നാച്ചുറൽ. അപ്പൊ ഇൻഹെറന്റ് എന്ന വാക്കിന്റെ സിനോണിം നാച്ചുറൽ ആണ്. ഇനി വാക്കുകളുണ്ട്, നമ്മൾ അതിനെ ഇന്നേറ്റ് എന്ന് വിളിക്കും, ഇൻബോൺ, ഇതൊക്കെ ഒരേ അർത്ഥമുള്ള വാക്കുകളാണ് കേട്ടോ. ഇന്നേറ്റ്, ഇൻബോൺ, ഇൻഹെറന്റ്, നാച്ചുറൽ. ഓക്കെ, യെസ്. അടുത്തത് ഒരു എറർ സ്പോട്ടിംഗ് ചോദ്യമാണ്. ഹി ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റ് മാൻ ഹു ഹാവ് എവർ ലിവ്ഡ്. ഇതുവരെ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും മഹാന്മാരായ വ്യക്തികളിൽ ഒരാളാണ് അവൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അതിന്റെ മീനിങ് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അതിന്റെ തെറ്റ്. ഒരു 10 മഹാന്മാർ ജീവിച്ചു വെച്ച്, ഇന്നേ വരെ ഈ ലോകത്ത് 10 മഹാന്മാരാണ് ജീവിച്ചത്. ഈ 10ൽ ഒരാളാണ് ആര്? ഈ പറഞ്ഞ അവൻ അല്ലെ. 10ൽ ഒരാളെന്ന് പറയുമ്പോ ഹി ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റ് മാൻ അല്ല, മെൻ എന്ന് പറയണം. മെൻ, കാരണം 10 പേരുണ്ടല്ലോ. ഓക്കെ, അപ്പം ഹി ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റ് മെൻ, മെൻ ഹു ഹാവ് എവർ ലിവ്ഡ്. ഇതുവരെ ജീവിച്ചിരുന്നതിൽ വെച്ച് അല്ല, എന്താണ് പറയുക, മഹത്തരമായിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് അവൻ. ഓക്കെ, അപ്പൊ നമ്മള് റൂൾ ഇത്രയേ ഉള്ളൂ. വൺ ഓഫ് ദ പ്ലസ് പ്ലൂരൽ നൗൺ, അതെപ്പോഴും എന്തായിരിക്കും? സിംഗുലർ
വെർബായിരിക്കും. ഓക്കെ, എങ്ങനെയാണ് നോർമൽ സെന്റൻസുകളിലുള്ളത്. ഇവിടെ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു സെന്റൻസ് ഞാൻ ഇവിടെ എഴുതാം. ഹി ഈസ് ഓക്കെ, രണ്ട് സെന്റൻസുകൾ എഴുതിയിട്ട് കോമൺ ആയിട്ട് എല്ലാവരും വരുത്തുന്ന ഒരു തെറ്റാണ് കേട്ടോ. നമുക്കൊന്ന് ഓക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഹി ഈസ് ദ ഓൺലി വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹു ഈസ് ആബ്സെന്റ് എന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ തന്നെ ഈസ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹു ആർ ആബ്സെന്റ് എന്ന് പറയുന്നതും ശരിയാണ്. രണ്ടും ഒരേ മീനിങ് അല്ല, രണ്ടും വ്യത്യസ്തമായ കാര്യമാണ്. ഇവിടെ ഒരുപാട് പേര് ആബ്സെന്റ് ആയിരുന്നു, അതിൽ ഒരാളാണ് അവൻ. ഇവിടെ അവൻ മാത്രമേ ആബ്സെന്റ് ആയിരുന്നുള്ളൂ. ഇതിന്റെ അർത്ഥം എന്താ? ഓൺലി ഹി ഈസ് ആബ്സെന്റ് എന്നാണ് ഒന്നാമത്തെ ആ ഒരു സെന്റൻസിന്റെ അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൺലി വൺ ഓഫ് ദ ആണെങ്കിൽ ഇതിന് ശേഷം റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നത് ഈസ് ആണ്. കാരണം ഇവിടെ ഈ സ്റ്റുഡൻസിന് വലിയ പ്രാധാന്യമില്ല. ഹീസ് ദ ഓൺലി വൺ എന്ന് പറഞ്ഞാൽ അവൻ മാത്രമേ ഉള്ളൂ ആബ്സെന്റ്. അപ്പൊ ഈ റിലേറ്റീവ് പ്രോനൗൺ ആരുമായിട്ടാണ് എഗ്രിമെന്റ് പോകേണ്ടത്? അവനുമായിട്ടാണ് എഗ്രിമെന്റ് പോകേണ്ടത്, അല്ലാണ്ട് ഇത് നേരെ ഇതുമായിട്ടല്ല ബന്ധിപ്പിക്കുന്നത്. മനസ്സിലായോ? കാരണം ഈ സെന്റൻസ് എങ്ങനെ തുടങ്ങുന്നത്? ഓൺലി വൺ ഓഫ് ദ. ഓൺലി എന്ന് പറഞ്ഞപ്പം ഇതിന്റെ മൊത്തം ഫോക്കസ് എങ്ങോട്ടേക്ക് പോയി? ദേ ഇങ്ങോട്ടേക്ക് പോയി. ഇവ മാത്രമാണ് താരം. അപ്പം ഈ റിലേറ്റീവ് പ്രോനൗൺ തത്വത്തിൽ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിലും ഇതുമായിട്ടല്ല എഗ്രിമെന്റ് പോകേണ്ടത്. അങ്ങനെയല്ല വരിക, ഇത് നേരെ ഇവനുമായിട്ടാണ് എഗ്രിമെന്റ് പോവുക. അപ്പൊ ഇവൻ സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ഈസ് വന്നു. എന്നാൽ താഴത്തെ സെന്റൻസ് നോക്കി, ഇവിടെ ഓൺലി എന്നുള്ള വാക്കൊന്നുമില്ല, ജസ്റ്റ് എന്ത് മാത്രമേ ഉള്ളൂ? വൺ ഓഫ് ദ എന്ന് പറഞ്ഞ വാക്ക് മാത്രമേ ഉള്ളൂ. അവൻ അവരിൽ ഒരാളാണ് എന്നേ പറയുന്നുള്ളൂ. അവൻ മാത്രമാണെന്ന് പറയുന്നില്ല, അവൻ അതിൽ ഒരാളാണ്. അപ്പൊ ഇവിടെ ഈ സ്റ്റുഡൻസിനാണ് പ്രത്യേകത കൂടുതൽ ഫോക്കസ്. എൻറ്റയർ ഫോക്കസ് എങ്ങോട്ടേക്ക് പോകുന്നു? സ്റ്റുഡൻസിലേക്ക് പോകുന്നു. അപ്പം ഈ റിലേറ്റീവ് പ്രോനൗണ് ബേസിക്കലി ഈ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ പ്ലൂരൽ നൗണിനോട് ചേർന്ന് പോകുന്നത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന വെർബ് എന്തായി? പ്ലൂരലായി. ഇവിടെ ഈസിനോട് ചേർന്ന് പോകുന്നുണ്ട്, ഇവിടെ സിംഗുലർ വെർബ് കൊടുത്തു. ഓക്കെ, അപ്പം ഓൺലി വൺ ഓഫ് ദയും കേവലം വൺ ഓഫ് ദയും വന്നാലുള്ള വ്യത്യാസം മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഫോക്കസ് മാറുന്നത് ശ്രദ്ധിക്കുക. ഇനി ദ സ്റ്റുഡന്റ് റിക്വസ്റ്റഡ് ദ ടീച്ചർ ടു എക്സ്പ്ലെയിൻ ഹിം ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി വിത്ത് സം എക്സാമ്പിൾസ് which he could understand easily. അപ്പൊ ടീച്ചറോട് അവൻ എന്താ ആവശ്യപ്പെട്ടെ? എനിക്ക് തിയറി ഓഫ് റിലേറ്റിവിറ്റി മനസ്സിലാകുന്ന കുറച്ച് എക്സാമ്പിൾസ് കൊണ്ടൊന്ന് പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ചത്. പക്ഷെ അങ്ങനെ ചോദിച്ചപ്പോ എന്ത് പറ്റിയെന്നറിയോ? ദ സ്റ്റുഡന്റ് റിക്വസ്റ്റഡ്, ഇതാണ് വെർബ്. ഓക്കെ, ദ ടീച്ചറോട് എന്തിന്? ടു എക്സ്പ്ലെയിൻ ഹിം, അവനെ വിശദീകരിക്കാൻ. എക്സ്പ്ലെയിൻ വാട്ട്? അവനെയോ? എക്സ്പ്ലെയിൻ ഹിം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? എന്നെ ഒന്ന് വിശദീകരിക്കാമോ, അല്ല അവനെ ഒന്ന് വിശദീകരിക്കാമോ എന്നാണ്. അല്ല, അവനെ വിശദീകരിക്കാന്നല്ല, അവനോട് ഈ പറഞ്ഞ തിയറി ഓഫ് റിലേറ്റിവിറ്റി വിശദീകരിച്ചു കൊടുക്കാനാ പറഞ്ഞത് അല്ലെ? അവനോട് വിശദീകരിക്കാനാ പറഞ്ഞത്. അപ്പം അവനോട് വിശദീകരിച്ചു എന്ന് പറയുമ്പം എക്സ്പ്ലെയിൻഡ് ടു ഹിം എന്നാണ് പറയേണ്ടത്. ഇതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഫോം കേട്ടോ. ഇവിടെ എന്ത് വേണം? ഒരു ടു വേണം. ഓക്കെ, ഇത് മോശമായി. We explain something to someone. ഓക്കെ, അങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഓർഡർ എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ടു സമ്മൺ എന്നാണ്, അല്ലാണ്ട് എക്സ്പ്ലെയിൻ ടു സമ്മൺ എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിപ്പോകും. Someone who loves and admires himself the most. അവനെ തന്നെ സ്നേഹിക്കുന്ന, മറ്റാർക്കും ഇടം കൊടുക്കാത്ത, സ്വന്തം സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുക? നാർസിസിസ്റ്റ് എന്നാ വിളിക്കുക കേട്ടോ. നാർസിസിസ്റ്റ്. ഓക്കെ, നാർസിസിസ്റ്റ് മീൻസ് സെൽഫ് സെന്റേർഡ്.
യെസ്. ആൾട്രൂയിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പം ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് മറ്റതിന്റെ ഓരോന്നിന്റെയും മീനിങ് നോക്കാം. ആൾട്രൂയിസ്റ്റ് എന്ന് പറഞ്ഞാൽ someone who helps others, മറ്റുള്ളവരെ സഹായിക്കുന്നതാണ്. അതായത് ഒരു നാർസിസിസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആര്? ആൾട്രൂയിസ്റ്റ് എന്ന് പറയുന്നത്. ആൾട്രൂയിസം, മറ്റുള്ളവരോടുള്ള ഒരു കൺസേൺ. ഓക്കെ, ഹു ഹെൽപ്സ് അതേഴ്സ്. മറ്റു വാക്കുകളുണ്ട്. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയും. ഫിലാന്ത്രോപ്പിസ്റ്റ്, ബെനഫാക്ടർ, ഹ്യൂമാനിറ്റേറിയൻ. ഇതൊക്കെ ആൾക്കാർക്ക് നന്മ ചെയ്യുന്ന, അല്ലെ, അവർക്ക് വേണ്ടി പറയുന്ന പേരാണ്. യെസ്. റിക്ലൂസ് എന്ന് പറഞ്ഞ ഏകാഗി എന്നാണ് അതിന്റെ അർത്ഥം. ഏകാഗി, ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ലിവ്സ് അലോൺ, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ് കേട്ടോ. ഒംനീഷ്യന്റ് എന്ന് പറഞ്ഞാല് എല്ലാം അറിയുന്നവൻ, ഓൾ നോയിങ്. സർവജ്ഞാനി എന്ന് പറയില്ലേ, എല്ലാം അറിയുന്നവൻ, ഒംനീഷ്യന്റ്. ഈ ഒംനി വെച്ചിട്ട് തന്നെ ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഒംനി, ഒംനി എന്ന് പറഞ്ഞ ഓൾ എന്നാണ്. ഈ ഒംനി പ്ലസ് പൊട്ടന്റ് എന്താണ്? സ്ട്രോങ് എന്നാണ്. സ്ട്രോങ്. ഓക്കെ. ഒംനിവോർ, സസ്യാഹാരവും മാംസാഹാരം കഴിക്കുന്നതാണ് എന്ത് വിളിക്കുക? ഓംനിവോർ എന്ന് വിളിക്കുക. ഓംനി പൊട്ടന്റ്, ഓംനിവോർ, ഓംനി കോമ്പീറ്റന്റ്, അങ്ങനെ ധാരാളം വാക്കുകളുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം നാർസിസിസ്റ്റ് ആണ്. സ്വന്തം സ്നേഹിക്കുന്ന ആൾക്കാർ കേട്ടോ, സ്വാർത്ഥനായിട്ടുള്ള ആൾക്കാർ. ഓക്കെ. അടുത്തത് ക്ലോസ് ടെസ്റ്റ് ആണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ ചേഞ്ചിങ് എർത്ത് നാച്ചുറൽ ഗ്രീൻ ഹൗസ്. ഗ്രീൻ ഹൗസ് ആസ്പെക്ട് ആണോ, ഇമ്പാക്ട് ആണോ? അല്ല. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഹരിതഗ്രഹ പ്രവാഹം എന്ന് പറയാം, അങ്ങനല്ലേ? പ്രഭാവം അല്ലെ. ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുമ്പോൾ ഗ്രീൻ ഹൗസ് എഫക്ട്. ഓക്കെ. അടുത്തത് ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ് ലൈക്ക് കോൾ. കൽക്കരി അല്ലെങ്കിൽ ഓയിൽ പോലുള്ള ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്യുന്നത് പുട്സ് ഡാഷ് കാർബൺ ഡയോക്സൈഡ്. മച്ചാണോ, മോറാണോ, മെനിയാണോ, മോസ്റ്റ് ആണോ? ഏതെടുക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ അല്ലേ. നമ്മുടെ ഈ വാട്ടർ പോലെ, സാൻഡ് പോലെ, അല്ലെങ്കിൽ സ്മോക്ക് പോലെ അൺകൗണ്ടബിൾ ആണ് അല്ലെ. അൺകൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി കാണിക്കാൻ എന്തേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ? മച്ച്. അപ്പൊ ഇവിടെ എന്ത് വരും? മച്ച്. കാരണം കാർബൺ ഡയോക്സൈഡ് വാട്ടർ പോലെ, ജ്യൂസ് പോലെ, ടീ പോലെ അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? മച്ച് ഉപയോഗിച്ചു. മെനി പോവില്ല. കാരണം മെനി ആരുടെ കൂടെ ഉപയോഗിക്കുന്നത്? കൗണ്ടബിളിന്റെ കൂടെയാണ്. എണ്ണാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ, നമുക്ക് ഉപയോഗിക്കാം. മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്നാണ്. അവിടെ കമ്പാരിസൺ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. മോർ ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ദാന് വേണമായിരുന്നു. ഇവിടെ ദാനും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് അതും പറ്റില്ല. ഓക്കെ. യെസ്. ബ്ലൈൻഡ് നമ്പർ 3. നാസ ഹാസ്, നാസ നമ്മൾ നേരത്തെ കണ്ടതാണ്. നാസ സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഹാസ് ഉണ്ട്, പ്ലസ് അടുത്തത് ക്രിയാരൂപമാണ് വരേണ്ടത്. നാസ സബ്ജക്റ്റ് ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് ഹാസ് ഉണ്ട്, ഇപ്പുറത്ത് V3 ആണ് വരിക. അപ്പൊ ഇവിടെ നോക്കിയാൽ ടു ഒബ്സർവ് എന്ന് പറയില്ല. ഒബ്സർവിങ് ING ഫോം ആണ്. ഒബ്സർവ് V1 ആണ്, പറ്റില്ല. പിന്നെ ഏതേ വരത്തുള്ളൂ? V3 ആയിട്ടുള്ള ഒബ്സർവ്ഡ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഒബ്സർവ്. എന്ത് ഒബ്സർവ് ചെയ്തു? ഇൻക്രീസ്. ഇതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്ത് ഒബ്സർവ് ചെയ്തു? ഒരു ഉയർച്ച. ഏതിലുള്ള ഉയർച്ച? ഇൻ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് സം അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പൊ നാസ ഒബ്സർവ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ നാസ ഹാസ് ഒബ്സർവ്ഡ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഹാസ്, ഹാവ്, ഹാഡ്. ഇതിന് ശേഷം നമ്മൾ എപ്പോഴും V3 ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് കേട്ടോ. സബ്ജക്റ്റിന് ശേഷം ഹാസോ, ഹാവോ, ഹാഡോ ഈ മൂന്നെണ്ണത്തിൽ ഏത് വന്നാലും തൊട്ടപ്പുറത്ത് നിങ്ങൾ ഒരു വെർബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ഇൻ ദ V3 ഫോം. ഓക്കെ, ക്ലിയർ? യെസ്.
അടുത്തത് ബ്ലാങ്ക് നമ്പർ ഫോണിലേക്ക് വരുമ്പോൾ ഗ്യാസസ് ഇൻ എവിടെയുള്ള ഇത്തരം ഗ്യാസസിന്റെ ഒരു വർധനവ് ഏത് അന്തരീക്ഷത്തിൽ കണ്ടു? അതിന്റെ അന്തരീക്ഷമാണോ, നമ്മുടെ അന്തരീക്ഷമാണോ, അത് അവരുടെയാണോ, ഞങ്ങളുടേതാണോ? അവേഴ്സ് എന്ന് പറയില്ല, കാരണം ഞങ്ങളുടേത് അന്തരീക്ഷം എന്നല്ല, ഞങ്ങളുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ മതി. അപ്പം അവർ, നമ്മളെല്ലാരും ഒരു ഭൂമിയിലല്ലേ ജീവിക്കുന്നേ, എല്ലാവർക്കും ഒരു അന്തരീക്ഷമല്ലേ ഉള്ളൂ. അല്ലാണ്ട് നാസക്കാർക്ക് പ്രത്യേക ഒരു അന്തരീക്ഷം, അവരുടെ മറ്റേ മതിലിനുള്ളിൽ മാത്രം ഗ്രീൻ ഹൗസ് വാതകം കൂടി എന്നാണ് പറയുന്നത്. അല്ല, എല്ലാവരുടെയും. അപ്പം അവർ എന്നാണ് ഇവിടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കേട്ടോ. ഓക്കെ, യെസ്. അവസാനത്തെ ബ്ലാങ്ക് ഫില്ല് ചെയ്യുന്ന ഏതാ? ടു മച്ച് ഓഫ് ദീസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ക്യാൻ ഉണ്ടോ? ഗ്യാസസ് ക്യാനിന് ശേഷം എപ്പോഴും എന്തായിരിക്കണം? ക്യാൻ എന്ന് പറഞ്ഞ ഒരു മോഡൽ വെർബാണ്. മോഡൽ വെർബിന് ശേഷം എപ്പോഴും നമ്മൾ V1 ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ വിൻ എന്നല്ലേ പറയുള്ളൂ. ഉണ്ടോ? ക്യാൻ വന്നു, വിന്ന് V1. ഓക്കെ, യെസ്. അപ്പം എഫക്റ്റ് എന്ന് പറഞ്ഞ ഫലം, ഇത് വെർബാണോ? അല്ല, നൗൺ ആണ്. റീസൺ കാരണം നൗൺ ആണ്. സോഴ്സ് ഉറവിടം നൗൺ ആണ്. പിന്നെ ഏതാ? കോസ് V1, കാരണമാവുക. ക്യാൻ കോസ്, കാരണമായേക്കാം. ഉണ്ടോ? ക്യാൻ കോസ് Earth's atmosphere to trap more and more heat. അപ്പം ഇത് എന്തിന് കാരണമാകും? ഈ അന്തരീക്ഷം ഒരുപാട് ചൂട് ഇങ്ങനെ ഉൾക്കൊള്ളുന്നതിന് കാരണമാകും എന്നാണ് പറയുന്നത്. ദിസ് കോസ് Earth to warm up. അപ്പം ഗ്ലോബൽ വാർമിങ് കൂടും എന്നാണ് പറയുന്നുണ്ടോ. അപ്പൊ 5 ബ്ലാങ്ക്സും വളരെ കൃത്യമായിട്ട് നമ്മൾ ഫില്ല് ചെയ്തു. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദിസ് ലെക്ചർ. അപ്പം സംസാരിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ഫർദർ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി എക്സ്ട്രാ ക്ലാസ് എടുക്കണമെങ്കിലോ ഒക്കെ കമന്റിൽ പറയാം. Okay, I'll be answering your queries. So thank you.